ഹൈ, അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം തീർന്നു. ഏതാണ്ട് ഉത്സവ സീസണൊക്കെ തീർന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മുടെ അടിമാലി ശിവരാത്രി മഹോത്സവത്തിന് അടിപൊളിയാണ് കേട്ടോ. അന്നദാനമാണ് അവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ദിവസവും ഭക്ഷണം വിടുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് എന്തുമാത്രം ആളുകളാണ് കഷ്ടപ്പെടുന്നതെന്നറിയാമോ. ശരിക്കും അവരെ നമിച്ചേ പറ്റുള്ളേ. നമ്മൾ ഈ വർഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പോയില്ല. അപ്പോൾ എന്തായാലും ശിവരാത്രി നമ്മൾ കുരിശുപാറ അമ്പലത്തിലാണ്. അതും മഹാദേവ ക്ഷേത്രമാണ്. അവിടെ നമ്മളുടെ ഒരു ചെറിയ കുട്ടി പ്രോഗ്രാം ഉണ്ടായിരുന്നു. നാടൻപാട്ട് ഭക്തിഗാനം മിക്സാണ്. അപ്പോൾ അതിന് നമ്മൾ പങ്കെടുത്തു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ ശിവരാത്രി മഹോത്സവത്തിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെയൊക്കെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കും, പലരെയും കാണാൻ പറ്റും. നമ്മൾ ആഘോഷങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ പഠിച്ച സ്കൂൾ കാലഘട്ടം മുതൽ പഠിച്ച ആളുകളെയൊക്കെ കാണാനും വീണ്ടും കൂടെ ഒന്ന് കണ്ട് പരിചയം പുതുക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു അവസരങ്ങളൊക്കെയാണ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷം നമുക്ക് ഈ ഉത്സവങ്ങൾ തരുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അല്ലേ.